ശേഷം അച്ഛനെ ട്രഡീഷണൽ ബിസിനസ് അതിനടുത്ത് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ ജീവിത ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും ആ വ്യക്തിയുടെ ലൈഫ് അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയാനുണ്ട്. കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരെ ആരെയും നടത്തിയിരുന്നാൽ മതി. അത് ശരിയാണോ അല്ലയോ? കുണ്ട ബിനുവിന്റെ ഒരാൾ കൂട്ടെങ്കിൽ ആളെങ്ങനെ ആണെങ്കിലും പറഞ്ഞായിരിക്കുമല്ലോ. ഏതെങ്കിലും ബിനുവാറിന്റെ ക്ഷമിക്കണം, ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ 5 സുഹൃത്തുക്കളാണ് ഈ ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കുന്നത്. ആ സുഹൃത്തുക്കളുടെ പേര് ഞാൻ പറയുകയാണ്. അതിൽ 2 വ്യക്തികൾ, വൺ മിസ്റ്റർ അനൂപ് ആൻഡ് അനീഷ്, കമ്പനിയുടെ ആണ്. അടുത്ത സുഹൃത്തായിട്ടുള്ള വ്യക്തി എറണാകുളം ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഇന്ന് കമ്പനിയുടെ CTC ലീഡർ ബഹുമാനപ്പെട്ട ചാൾസ് സാറാണ്. അടുത്ത സുഹൃത്തുക്കൾ ITC ലീഡർ ശരൺ കുമാർ സാറാണ്. അടുത്ത സുഹൃത്ത് ITC ലീഡർ നിതിൻ ബാബു സാറാണ്. ഈ 5 സുഹൃത്തുക്കളുടെ ആവറേജായി ഞാൻ ITC ആയിരുന്നെങ്കിൽ അത്ഭുതമുള്ളൂ. ഓപ്പർച്യൂണിറ്റി വരയിൽ തുടങ്ങി 2018 മെയ് മാസത്തിൽ ഇതിലൂടെ ലഭിക്കാവുന്ന പരമാവധി വരുമാനത്തിലേക്ക് എത്തി. ഇന്ന് വളരെ സന്തോഷം ITC റാങ്കിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ഓൾറെഡി ഒരു 25 lakhs MG ആക്ട് വാഹനവും ഏറെ സന്തോഷം തരുന്ന ഒരു അച്ചീവ്മെന്റ് ഈ 2024 ജനുവരി 26 തീയതി ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, എന്റെ സ്ഥലം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, കുട്ടനാടാണ്. കുട്ടനാട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ്. പുറമെ നിന്ന് കാണുന്ന ആൾക്കാർ ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു എല്ലാ വർഷത്തിലും 2 മാസങ്ങളിൽ ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ കാണാറുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്താ കാണുന്നത്? വെള്ളപ്പൊക്കം, പെട്ടിയും കിടക്കേണ്ട അടുത്ത് പോവുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നു. നിലവിൽ താമസിക്കുന്ന വീട് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. 4 ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ സർവമാന വെള്ളവും ഞങ്ങളുടെ ബെഡ്റൂമിൽ കൂടെ കയറി ഇറങ്ങി മാത്രമേ കടലിലോട്ട് പോകത്തുള്ളായിരുന്നു. ആ സമയത്ത് പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് ഒന്നേ കൊണ്ട് പിന്നെ പെങ്ങളുടെ വീട്ടിൽ വിടണം. ഇനി അവിടെ ഇല്ലെങ്കിൽ വൈഫിന്റെ വീട്ടിലോട്ട് പോകണം. വൈഫ് ഹൗസിലോട്ട് പെട്ടി കിടക്കൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴത്തേനും അയൽപക്കത്തുള്ള ചേച്ചിയൊക്കെ ശരിക്കും വെള്ളം കയറിയില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ചോദിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നേരെ സന്തോഷമുണ്ട്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഈ വരുന്ന ജനുവരി 26 തീയതി ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി. മനസ്സിലാക്കുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. നിലവിൽ ഇത് റൈറ്റ് ടൈമിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഞാൻ പറയും. കാരണം ഞാൻ +2 ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ ഓരോ ടൈം നോക്കി അറിയാം. 2002, 2003, 2004 സമയത്തൊക്കെ നമ്മുടെ നാട്ടില് ഒരു 18 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരെ, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, നാട്ടിൽ കാണാനില്ലായിരുന്നു. സത്യമാണോ? സംശയമാണ് അല്ലെ? വേറൊന്നുമല്ല, അവരൊന്നിൽ ബാംഗ്ലൂർ അല്ലെ കോയമ്പത്തൂർ പോലെ സ്ഥലങ്ങളിൽ നഴ്സിംഗിന് പോകുന്ന സമയമായിരുന്നു. ഓർമ്മയുണ്ടോ ഇല്ലയോ? എന്റെ കൂടെ പഠിച്ച പല ആൾക്കാരും ബാംഗ്ലൂർ കോയമ്പത്തൂർ പോലെ സ്ഥലങ്ങളിൽ ആ 2002, 2003, 2005, 2010 വരെയുള്ള സമയങ്ങളിൽ അവർ നഴ്സിംഗിന് പോവുകയും ആ പോയ വിദ്യാർത്ഥികൾ മുഴുവൻ തന്നെ ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും MOHലടക്കം ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങുന്നുണ്ട്. എന്നാൽ എന്റെ ചോദ്യം, 2020, 2021, 2022, 2024 കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇതേ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 2012 മുമ്പ് വരെ ഒരുപാട് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് സ്റ്റോപ്പ് നോട്ടീസ് ഈ മേഖലയ്ക്ക് കൊടുക്കുകയും അതിനുശേഷം ഗവൺമെന്റിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി 2014 കേന്ദ്രത്തിൽ ഒരു നിയമം വന്നത്. അത് 2015 ജൂലൈ മാസം 29 തീയതി പ്രസാധാരണ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് ഡയറക്ട് സെല്ലിംഗ് നിയമം കേരളത്തിൽ കൊണ്ടുവരികയും 2018 ഒരു മോണിറ്ററിംഗ് മെക്കാനിസം തന്നെ സർക്കാർ കൊണ്ടുവരികയുണ്ടായി. ഈ 2015 മോണിറ്ററിംഗ് മെക്കാനിസം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു, ഇനി മുതൽ ഡയറക്ട് സെല്ലിംഗിന്റെ കുതിപ്പാകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുക, 2018 ഓഗസ്റ്റ് 8 തീയതിയാണ് മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നത്. 2018 10 ദിവസം മുതൽ വെള്ളപ്പൊക്കം, അതിഭീകരമായ ഒരു പ്രളയം ഉണ്ടായ സമയമായിരുന്നു. അതിനുശേഷം അത് വലിയ രീതിയിൽ ബിസിനസിനെ ബാധിക്കുകയും ബിസിനസ് മുന്നോട്ട് പോകുന്ന രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. 2019 സമാനമായ പ്രളയം വന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു 2020 ഡയറക്ട് സെല്ലിംഗിന്റെ വർഷമാണ്. പക്ഷെ 2020 വർഷമായിരുന്നു, പക്ഷെ എന്തിന്റെ ആയിരുന്നു? കോവിഡിന്റെ ആയിരുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യന് പുറത്തു പോയി ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ. 2020 കഴിഞ്ഞു, 2021 കഴിഞ്ഞു, 2022 ഏകദേശം ഒരു പകുതിയോളം വരെ കോവിഡിന്റെ എഫക്ട് നമ്മളെ ബാധിച്ചെങ്കിൽ CDR ഫണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി ആളുകൾ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. 2023 മുതൽ, അതായത് കേവലം ഒരു വർഷം മാത്രം ശൈശവ ദിശയിൽ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഓപ്പർച്യൂണിറ്റി കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഏതൊരു ഇൻഡസ്ട്രിയുടെയും തുടക്ക സമയം എന്റെ ശൈശവ ദിശയിൽ ആ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആ മേഖല ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തുന്ന കാര്യം പല മേഖലകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. CDR ഫണ്ട്സ് അങ്ങനെ ഈ ശൈശവ ദിശയിൽ തന്നെ ഓപ്പർച്യൂണിറ്റി കേട്ട് മനസ്സിലാക്കാൻ സാധിച്ച എല്ലാ പുതിയ ആളുകൾക്കും
ഈ അവസരം ഇന്ന് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു അപേക്ഷ മാത്രം അതുകൊണ്ട് നിർത്തുകയാണ്. വേറൊന്നുമല്ല, ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഹോളിലുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ തീരുമാനം അല്ലെ സംശയം ഈ ഹോളിനുള്ളിൽ തന്നെ എടുക്കുക. ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് എന്തെങ്കിലും സംശയം പുറത്തു പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഉത്തരം കിട്ടുമോ? നമ്മൾ പല കാര്യങ്ങളും വീട്ടിൽ തീരുമാനിക്കുന്ന ഒരുപക്ഷെ അമ്മാവനോട് ചോദിച്ചിട്ടായിരിക്കും. 2020 ഭാരതത്തിലെ ഒരു രാഷ്ട്രപതിയിൽ നിന്ന് മെഡൽ വാങ്ങിയ ഏറ്റവും മികച്ച അധ്യാപകരുടെ മെഡൽ വാങ്ങിയ ഒരു അധ്യാപകനായ അമ്മാവനോടൊക്കെ പോയിച്ച് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങാൻ പോണ്, എന്താ അമ്മ അഭിപ്രായം എന്ന് വെച്ചാൽ എന്ത് പറയും? ഓട്ടോമാറ്റിക്കലി പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഏതെങ്കിലും അമ്മാമാർ വിളിപ്പണ്ടെങ്കിൽ ക്ഷമിക്കണം, IPC ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഹോളിലുള്ള വിജയിച്ച ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ഒരു തീപ്പൊരി വെടിക്കെട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഞാനും നിൽക്കുകയാണ്. അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പുറകെ മനസ്സിലാവും. അധികം കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി വിശ്വാസബാസ് ഈ ഒരു അവസരത്തിൽ ഒറ്റ കാര്യം കൂടെ, എന്റെ ലീഡേഴ്സിന് ഞാൻ നന്ദി പറഞ്ഞു. എന്റെ ശക്തരായ അസോസിയേറ്റ്സ് ഉണ്ട്, അവരോട് നന്ദി പറയാൻ ദയവ് ചെയ്ത് സമയം അനുവദിക്കണം. അത് വേറെ ആരുമല്ല, ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇന്നെനിക്ക് IPC എത്താൻ സാധിച്ചത് ശക്തരായ എന്റെ ലീഡേഴ്സ് കാരണമാണ്. എന്റെ ടീമിലെ ലീഡേഴ്സ്, എന്റെ ഓർഗനൈസേഷൻ 1ലും 2ലുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ആൻഡ് സാർ NTC സീലിംഗ് അച്ചീവറിനെ നന്ദി അറിയിക്കുന്നു. ഒരു കൈ കൊടുക്കണം. NTC സീലിംഗ് അച്ചീവർ നന്ദി അറിയിക്കുന്നു. അഭുപാലകത്തിന് NTC സീലിംഗ് അച്ചീവർ നന്ദി അറിയിക്കുന്നു. NTC സീലിംഗ് അച്ചീവർ നന്ദി അറിയിക്കുന്നു. ഷിജു ഗോപിനാഥ് NTC സീലിംഗ് അച്ചീവർ നന്ദി അറിയിക്കുന്നു. ഇവരുടെ ടീം വഴിയാണ് എനിക്ക് നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. വിശ്വാസ് ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സോ മച്ച്.